ഹലോ ഫ്രണ്ട്സ്, ട്രാവൻകൂർ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. നമുക്ക് മാങ്ങ കൊണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് ഒന്ന് പരീക്ഷിച്ചാലോ. ഞാനിന്ന് മാമ്പഴം കൊണ്ടുള്ള 4 ഈസി ഡിഷസാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഡിഷ് മാംഗോ ബേസിൽ സീഡ് പാർഫേ. ആദ്യം ഇതിനായി കസ്റ്റേർഡ് തയ്യാറാക്കാം. ഇതിനായി 3 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കുക, 2 കപ്പ് പാൽ മാറ്റി വയ്ക്കുക, ഷുഗർ 1/2 കപ്പ് എടുക്കുക. കസ്റ്റേർഡ് തയ്യാറാക്കാനായി ആദ്യമായി ഒരു ചെറിയ ബൗളിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് 1/4 കപ്പ് പാല് ചേർത്ത് ഇതിൻ്റെ രണ്ടുമായിട്ട് മിക്സ് ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കുക. അടുത്തതായി നമുക്ക് ചൂടുവട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ബാക്കിയുള്ള പാല് ചേർത്ത് വീണ്ടും പതുക്കെ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കസ്റ്റേർഡ് മിശ്രിതം ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കുറുകാനായി അനുവദിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് മാംഗോ എസൻസ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. എന്നിട്ട് ഇതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറുകാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അടുത്തതായി കുതിർക്കാനായി ഞാൻ മാറ്റി വെച്ചിരുന്ന ബേസിൽ സീഡ് 3 സ്പൂൺ പാലിൽ 1 സ്പൂൺ ബേസിൽ സീഡ് ചേർത്ത് മാറ്റി വെച്ചിരുന്നതിൽ 3 സ്പൂൺ തേൻ കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ബേസിൽ സീഡെന്ന് പറഞ്ഞാൽ കശകശയാണ്. അടുത്തതായി നമുക്ക് ചെറുതായി നുറുക്കി വെച്ച കുറച്ച് മാംഗോ കഷ്ണങ്ങളും വേണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് അതിൻ്റെ പകുതി ഭാഗം കസ്റ്റേർഡ് നിറയ്ക്കുക. അടുത്തതായി കശകശ ലെയർ ചെയ്യുക. ഇതിന് മുകളിലായി ചെറുതായി നുറുക്കിയ മാങ്ങാ കഷ്ണങ്ങൾ ഇടുക. ഇതോടെ നമ്മുടെ മാംഗോ ബേസിൽ സീഡ് പാർഫേ തയ്യാർ. അടുത്തതായി നമുക്ക് എങ്ങനെയൊരു ബേസിൽ സീഡ് മാംഗോ പുഡിംഗ് ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നേരത്തെ നമ്മൾ തേനും പാലും ചേർത്ത് കുതിർത്ത് മാറ്റി വെച്ചിരുന്ന കശകശം ഒരു ചെറിയ ബൗളിലേക്ക് 2-3 സ്പൂണ് ചേർത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ചേർത്ത് പുറത്ത് കുറച്ച് നട്ട്സോ എന്തെങ്കിലും ഡെക്കറേഷനോ ആവശ്യമുള്ള സാധനങ്ങളും ചേർത്ത് നമുക്കിത് തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ്. ഇത്ര ഈസി ആയിട്ടാണ് മാംഗോ ബേസിൽ സീഡ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അടുത്തതൊരു വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് മാംഗോ കസ്റ്റേർഡ് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റേർഡ് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മാംഗോ പീസസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള മാംഗോ കസ്റ്റേർഡ് തയ്യാർ. അടുത്തതൊരു വളരെ സിമ്പിളായിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാംഗോ 1 കപ്പ്, പാല് 1 കപ്പ്, ഐസ് ക്യൂബ്സ് 4-5 എണ്ണം വേണം, 1 സ്പൂൺ ഏലക്കാപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാൽ. നമുക്കിത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ബ്ലെൻഡർ ജാറിലേക്ക് മാംഗോ, നമ്മുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ചുള്ള പഞ്ചസാര, പാല്, ഏലക്കാപ്പൊടി, ഐസ് ക്യൂബ്സ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് അതിലേക്ക് 2-3 ക്യൂബ്സ് ഐസും ഇട്ടതിന് ശേഷം നമ്മുടെ മിൽക്ക് ഷേക്കും ഒഴിച്ച് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസി മിൽക്ക് ഷേക്കും റെഡി. നിങ്ങളെല്ലാവരും ഈ ഈസി മാംഗോ റെസിപ്പീസ് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമുള്ള റെസിപ്പീസാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു, റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.